മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ്നസ് TV നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷ ഒരുക്കുമ്പോൾ നമുക്കെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രഭാതങ്ങളെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കുക. പ്രഭാതങ്ങളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സമയമാക്കി മാറ്റുക. പ്രാർത്ഥനയിലൂടെ ഈ പ്രഭാതത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ദിവസത്തെ അനുഗ്രഹപൂർണ്ണമാക്കുക. ഈ പ്രഭാതത്തെ നമ്മൾ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 35:8 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തകളോടൊക്കെ ചേർന്ന് പോകുന്നതാണ്. നീതിമാൻ്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു, അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാൻ്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ഇത് നമ്മൾ ഓർക്കുമ്പോൾ വീണ്ടും ഒരു വാക്യം കൂടി നമുക്ക് ഓർക്കാനുള്ളത് 35:21. അതിനകത്ത് പറയും, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് സ്വർഗം വരെ എത്തുന്നുവെന്ന്. വിനീതൻ്റെ പ്രാർത്ഥന. നമുക്കതുകൊണ്ട് വിനീതമായൊരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ചിരിക്കാം. നമ്മൾ കേൾക്കുന്നതെല്ലാം വചനമാണ്, വചനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മളെ വിശുദ്ധീകരിക്കാൻ, കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിബന്ധങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് തമ്പുരാന് തിരുമുമ്പിൽ നമ്മളെ തന്നെ ഈ വചനത്തിലൂടെയൊക്കെ വിശുദ്ധീകരിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായ കർത്താവിന് തിരുമുമ്പിൽ ഓർത്തൊരു നിയോഗം പോലെ ദൈവം നിങ്ങളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബമില്ലേ? ആ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? കുടുംബകാര്യങ്ങളൊക്കെ പലതരത്തിലുള്ളതാണ്. സന്തോഷം നൽകുന്നത്, ദുഃഖം നൽകുന്നത്, ചിലപ്പോൾ ആകുലം നൽകുന്നത് എല്ലാമുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെയും കുടുംബത്തെയും നിങ്ങൾക്കൊക്കെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ, സമൂഹത്തെയൊക്കെ ഓർത്ത് നമുക്കിന്നൊരു നിയോഗം പോലെ ഈ സമയം നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവകൃപ കൊണ്ട് നിറയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആകുലതകളും ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ കാണും. അതെല്ലാം സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങളായി തീരാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിതൊരു വചനഭാഗം എടുത്തിരിക്കുന്നത് ഇന്നത്തെ ചിന്തകളോട് ചേർന്ന് പോകുന്ന ഒന്നാണ്. അത് റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്കുകളാണ്. എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്, അവിടുത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മൾ ഈ തിരുവചനത്തെ അനുദിനം അർപ്പിക്കുന്ന നമ്മുടെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നൊരു ചിന്ത. ഞാൻ അങ്ങനെയാണ് ഈ തിരുവചനത്തെ ഇന്ന് കാണുക. അപ്പോൾ നമുക്ക് ഓർക്കാൻ സാധിക്കും, എല്ലാം അവിടുന്നിലേക്ക്, എല്ലാം അവിടുന്നിൽ,
എല്ലാം അവിടുന്ന് നിന്ന് എന്ന് കർത്താവിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്ന ആ വാക്കുകളെ നമുക്ക് മറ്റൊരു തരത്തിൽ അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തി നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ബലിയിലേക്ക്, എല്ലാം ബലിയിൽ നിന്ന് എന്ന ആ തരത്തിൽ അതിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച നമ്മളതുകൊണ്ട് എൻ്റെ ഒപ്പം ഇങ്ങനെ ചിന്തിച്ച് പോകണം. എല്ലാം ബലിയിലേക്ക്, എല്ലാം ബലിയിൽ നിന്ന്, ടു ഹിം, ഇൻ ഹിം ആൻഡ് ഫ്രം ഹിം എന്ന് പറയുന്ന, ടു ഹിം, ഇൻ ഹിം ആൻഡ് ഫ്രം ഹിം. ഇംഗ്ലീഷ് കുറച്ചുകൂടി വ്യക്തമാണ്. നമുക്കതുകൊണ്ട് ബലിയിലേക്ക്, ബലിയിൽ നിന്ന്, അങ്ങനെയുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുക. കാരണം ഈശോ തൻ്റെ ജീവിതം അവസാനം കൊണ്ടുപോയി വെച്ചത് ഈ വിശുദ്ധ കുർബാനയിൽ. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുക. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രാധാന്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുർബാനയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സമ്മതിച്ച് പറയുക. നമുക്കതുകൊണ്ട് ഈ ചിന്തകൾ ഇങ്ങനെയൊന്ന് ക്രമപ്പെടുത്തിയെടുക്കാം എന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മുടെ കുർബാനകളൊക്കെ എത്ര മനോഹരമാണ്. ഓരോ കുർബാനയും നമുക്ക് നൽകുന്ന കുറേ കാഴ്ചപ്പാടുകളുണ്ട്. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരുപാട് ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എൻ്റെ ചിന്തകളെ രൂപപ്പെടുന്ന ഈ കുർബാനയിൽ പ്രാർത്ഥനകളിൽ നിന്ന് വളരെ മനോഹരമായ പ്രാർത്ഥനകളാണ് ഈ വിശുദ്ധ കുർബാനയിൽ കൊടുത്തിരിക്കുക. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുന്നതുമാണ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ കുർബാനയിലേക്ക് കൂടുതലെടുക്കാം. ഒരുതരം ചിന്തകൾ ഇങ്ങനെ അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്നതാണ്, അല്ലെങ്കിൽ അടിസ്ഥാനമായി നിൽക്കുന്നതാണ്. നമുക്കെന്തുമാത്രം പള്ളികളുണ്ടെന്നറിയാമോ നമ്മുടെ നാട്ടിൽ? അതും ഗംഭീരമായ പള്ളികളാണ്, മനോഹരമായ പള്ളികളാണ്. അതിനകത്ത് കയറിയ ഒരു ദൈവികത നമുക്ക് തോന്നിപ്പോകും. ചില അക്രൈസ്തവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ക്രൂശത്തിൻ്റെ ചിത്രം, താഴെ ജീവിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന തിരുസക്രാരി, അവിടെ ഇവിടെയൊക്കെ വിശുദ്ധരുടെ രൂപങ്ങൾ, അങ്ങനെ മൊത്തം നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ ഒരു മുൻ അനുഭവം ഈ ദേവാലയത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പ്രത്യേകമായ ചില സ്ഥലങ്ങൾ, നിത്യാരാധനാ കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ ആളുകൾ ഇഷ്ടം പോലെ പോയി ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ആരും പറയാതെ തന്നെ ചില വൈകുന്നേരങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, അപ്പത്തിൻ്റെ മുമ്പിൽ, തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്ന് ആരോടുമൊന്നും മിണ്ടാതെ ഹൃദയഭാരങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ ചൊരിയുകയായിരുന്നു എന്ന് അന്ന പറഞ്ഞതുപോലെ. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നിർവചനം എന്ന് പറയാം. ഹൃദയവികാരങ്ങൾ ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയത് അനുഗ്രഹമാണ്. എന്നും ഒരു ദിവസം പോയാൽ പിന്നെ എന്നും പോകാൻ തോന്നും. കാരണം ആ ദൈവസാമീപ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ നമ്മുടെ പള്ളികളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്ര മനോഹരമാണ്. ചെലവുകൾക്ക് എന്തിനാ അത്ര കാശ് മുടക്കി പള്ളി പണിയുന്നത്? ഓരോരുത്തർക്ക് വീട് പണിയുന്നതൊക്കെ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്നതാകട്ടോ. അങ്ങനെയെങ്കിൽ രണ്ടുപേർക്ക് താമസിക്കാനുള്ള വീട് ഇത്ര ഗംഭീരമായിട്ട് പണിയുന്നെങ്കിൽ ആയിരങ്ങൾ സമ്മേളിക്കും, ദേവാലയങ്ങൾ മനോഹരമാവട്ടെ. അത് ഇടവകയുടെ വിശ്വാസത്തിൻ്റെ അടയാളവും കേന്ദ്രവുമാണ്. അവിടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഴിച്ച് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, ഇത് തമ്പുരാൻ്റെ ഭവനമാണ്, നമ്മുടെ എല്ലാം പ്രത്യേകമായ സ്ഥലമാണ്. ആ ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും യാതൊരു പ്രേരണയും കൂടാതെ എന്തുമാത്രം ആളുകളാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ എത്തിച്ചേരുക. ഇത് കത്തോലിക്ക സഭയുടെ പുണ്യമാണ്. പൗരോഹിത്യം എന്ന് പറയുന്ന വേറൊരു കാര്യം സഭയിലില്ലേ? ഉണ്ട്, നമുക്കറിയാം. എന്തുമാത്രം വൈദികരാണ്. നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ വേറെ എവിടെയുണ്ട് ഇതുപോലെ ഒരു ഗണം കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ജീവിതം സമർപ്പിച്ച, ഒരു ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ തമ്പുരാൻ സമർപ്പിച്ച്, ജനത്തിനും തമ്പുരാനും വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, ദൈവജനത്തിൽ നിന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മുടെ പുരോഹിതർ, വൈദികർ. എനിക്കൊക്കെ ഒത്തിരി അഭിമാനമാണ്. കാരണം തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ ജീവിതം ജീവിക്കാൻ അവന് വിളിച്ചല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഈ പൗരോഹിത്യമാണ് ഈ കൂദാശകളുമൊക്കെ നമ്മൾ പരികർമ്മം ചെയ്ത് തരിക. അതുകൊണ്ട് നമ്മൾ വൈദികർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് ധാരാളം നല്ല വൈദികരുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകട്ടെ നല്ല വൈദികർ ഈ സഭയ്ക്ക് വേണ്ടിയിട്ട്. ഇതുപോലൊരു ഗ്രൂപ്പ് വേറെ ഒരു മതത്തിലും ഇല്ല.
ഇതുപോലെ ത്യാഗം സഹിച്ച് ഒരു ജന്മം മുഴുവനും മാറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആളുകൾ, സന്നദ്ധരായി ജീവിക്കുന്ന ആളുകൾ വേറെ ഒരിടത്തുമില്ല. നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പൗരോഹിത്യം. തെറ്റും കുറ്റവും കുറവുകളൊക്കെ യുവദാസിനെ പോലെ ആരെങ്കിലുമൊക്കെ വഴിമാറിപ്പോയി എന്നുള്ളത് നമ്മുടെ വലിയ പ്രശ്നം. പിന്നെയും കിടപ്പില്ലേ ആയിരങ്ങൾ. നമുക്കതുകൊണ്ട് പൗരോഹിത്യത്തെ ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കാഴ്ചവെപ്പ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ ഈ കുർബാന സ്വീകരിക്കട്ടെ. അത്ര മനോഹരമായ പ്രാർത്ഥന. വിശുദ്ധ കുർബാന എന്താണെന്ന് കൃത്യമായി നിർവചിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് നമ്മൾ വരികയാണ്. കർത്താവിൻ്റെ ബലിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വരിക എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങൾ നമുക്ക് ക്ലോസ് ആയിട്ട് വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ജെറൂസലേമിലേക്ക് പോകാനുണ്ട്. അവിടെ എല്ലാവരുടെയും സ്നേഹാദരവോ എല്ലാവരുടെയും പ്രശംസയോ ഒന്നും പിടിച്ചു പറ്റാനല്ല. ജെറൂസലേമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സഹനങ്ങളിലേക്ക്, ബലിയിലേക്ക് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് 3 ഭാഗങ്ങളിൽ 8, 9 അധ്യായങ്ങളിൽ പീഡാനുഭവ പ്രവചനം എന്ന് പറഞ്ഞ് ചെറിയ ഹെഡിങ് കൊടുത്തിട്ടില്ലേ, അത് നിങ്ങൾ വായിക്കണം. അവിടെയെല്ലാം കർത്താവ് ബലിയിലേക്ക് പോയവനാണ്. അവിടെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത നമ്മൾ കണ്ടെത്തുക. എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നെന്ന് പറഞ്ഞ് ബലിയിലേക്ക് പോയ തമ്പുരാനെ നമ്മൾ കാണും. അതുപോലെ തന്നെ ബലിയായിത്തീരുന്നവനെ കാണും. അതാണ് ബലിയിൽ എന്ന് പറയുക. സഹനങ്ങളിലൂടെ, ത്യാഗത്തിലൂടെ, മരണത്തിലൂടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്ന ബലിയായിത്തീരുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തും. 3ാമത് ബലിയിൽ നിന്ന് അവന് മുമ്പോട്ട് പോയതാണ് അവൻ്റെ ഉത്ഥാനം എന്ന് പറയുക. ഇത് 3ഉം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുർബാനയുടെ മുമ്പിൽ നിർത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ ഇതുപോലെ ബലിയിലേക്ക് വന്നവരാണ്. വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ബലിയിലേക്കാണ് വന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത ആളാണെങ്കിൽ നിങ്ങൾ വന്നത് ബലിയിലേക്കാണ്. അതുപോലെ തന്നെ കഷ്ടപ്പാടിൻ്റെ, രോഗങ്ങളുടെ, അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ട ഇട വന്നു. അതൊക്കെ ബലിയിലേക്കുള്ള വരവായിരുന്നു. അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ സഹനം, അധ്വാനം, കഷ്ടപ്പാട്, ജോലി, ഇതെല്ലാം ഈ ബലിയിലേക്കുള്ള നമ്മുടെ കടന്നു വരവരാണ്. അവിടെ നമ്മൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് തമ്പുരാന് വേണ്ടി ജീവിക്കുമ്പോൾ ബലിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ എന്നും ജീവിക്കാനുള്ള ശക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ ദിവ്യകുദാശയുടെ ശക്തിവിശേഷം ഞങ്ങൾ പ്രകടമാക്കണമേ എന്ന് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് സീറോ മലബാർ കുർബാനയെ പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ശക്തി. ഈ ബലിയാണ് നമ്മുടെ ശക്തി. അതുപോലെ തന്നെ ഇതിനെ അതിജീവിക്കാനുള്ള കൃപ, ഈ ബലിയുടെ ജീവിതത്തെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൃപ പോലും നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് ഈ വിശുദ്ധ ബലിയുടെ പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ അറിയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും നമ്മുടെ കുർബാനയിലൂടെ നമ്മൾ വരുന്നത് വിശുദ്ധ ബലിയിലേക്ക് വരുന്നു. ആ ബലിയോട് ചേർത്ത് വെച്ച് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. ആ ബലിയിൽ ശക്തി സംഭരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തെ മറ്റൊരു ബലിയാക്കി നിങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് ബലിയിൽ നിന്ന് കിട്ടുന്ന ഒരനുഗ്രഹം നമുക്ക് പറയാൻ പറ്റും. നമ്മളിതേക്കുറിച്ചും അധികം ധ്യാനിക്കാതെ, പ്രാർത്ഥിക്കാതെ നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകും, കുർബാന കണ്ടു മടങ്ങും. പോരാ, കുർബാനയായി മടങ്ങാനാണ് നമ്മളോട് പറയുക. കുർബാനയുടെ ജീവിതം ആവഹിച്ചെടുത്ത് പോകാനാണ് നമ്മോട് പറയുക. എന്നിട്ട് നമ്മുടെ കുടുംബങ്ങളിലോ, നമ്മുടെ ജീവിത വേദികളിലോ, നമ്മുടെ ജോലികളിലോ, അധ്വാനങ്ങളിലോ, കഷ്ടപ്പാടുകളിലോ, രോഗാവസ്ഥയിലൊക്കെ ഈ ബലിയായി തീരാനുള്ള ഒരു പ്രേരണ, ഒരു ശക്തി, ഒരു കൃപ നമുക്ക് ഓരോ ബലിയും പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാം അവനിലേക്ക്, എല്ലാം അവനിൽ, എല്ലാം അവനിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ എല്ലാം ബലിയിലേക്ക്, എല്ലാം ബലിയിൽ, എല്ലാം ബലിയിൽ നിന്ന് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് നമ്മുടെ വിശുദ്ധ കുർബാനകളെ കാണാനാവട്ടെ, അർപ്പിക്കാനാവട്ടെ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റാൻ നമുക്കാവട്ടെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നല്ല തമ്പുരാനെ, നീ ഞങ്ങൾക്ക് നിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ തന്ന ഈ വിശുദ്ധ കുർബാന നിൻ്റെ മാത്രം ബലിയല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യാനുള്ള കൽപ്പന ഞങ്ങളെ ഏറ്റെടുക്കാനുള്ളവരാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിൻ്റെ ബലിയാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾക്കുണ്ട് സഹനങ്ങളും കഷ്ടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളുടെ കടമകളുമൊക്കെ. അതിനെയെല്ലാം ബലിയുടെ ഭാഗമായി കണ്ടുകൊണ്ട്
ബലിയിലേക്ക് വരാനും ബലിയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ഞങ്ങളുടെ ശക്തിയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ഞങ്ങളുടെ സഹനങ്ങളെ, വിഷമങ്ങളെ, ബുദ്ധിമുട്ടുകളെ, മാനസികമായ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കാനുള്ള പുതിയ ശക്തിയും നിത്യമായ ഒരു ശക്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. നിൻ്റെ ബലിയുടെ ചൈതന്യം കൊണ്ട് ഓരോ ദിവസവും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന, ഞങ്ങളുടെ പകരക്കാരായി നിൽക്കുന്ന ഞങ്ങളുടെ വൈദികരെ സംരക്ഷിക്കണമേ. അനേകം പ്രേക്ഷിത മേഖലകളിൽ ജീവിതത്തെ ബലിയായിട്ട് അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷിതരെ പ്രത്യേകിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ത്യാഗം സഹിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന, കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും ശക്തിയും അവർക്ക് ആവശ്യമുള്ള കൃപാവരങ്ങളും നൽകണമേ. എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നിൻ്റെ ബലിയോട് ചേർന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, നമുക്ക് എല്ലാവരുടെയും മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ പ്രത്യേക മധ്യസ്ഥ. പ്രത്യേക ഈ ശുശ്രൂഷയുടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലൂടെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളുടെയും മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരായ എല്ലാ വിശുദ്ധരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ സഹായവും സാന്നിധ്യവും നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രത്യേകം അപേക്ഷിക്കാം. സ്വർഗത്തിലെ എല്ലാ മാലാഖമാരും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കുറവുകളും അവരോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ അവരെ നമുക്ക് മറക്കാനാവില്ല. നമ്മുടെ ഇടവക മധ്യസ്ഥർ എപ്പോഴും നമ്മോടുകൂടി ഉള്ളവരാണ്. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്ന മരിയം കൂടാരങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെയും ഗുഡ്നസ് ടിവിയെയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമ്മുടെ മരിയൻ കൂടാരങ്ങളിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകമായ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞി
രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്, രഹസ്യമെന്ത്? പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പായോട്, മെത്രാൻ സംഘത്തോട്, വൈദിക ഗണത്തോട്, സന്യസ്തരോട്, പ്രേക്ഷിതരോട്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് മരിയം കൂടാരങ്ങളിൽ വസിക്കുന്ന എല്ലാവരോടും ചേർന്നുകൊണ്ട്
നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആശീർവദിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ പൂർത്തീകരണവും എല്ലാ കൃപകളും നിങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിത്യം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തമ്പുരാൻ്റെ കൃപയിൽ ഒരു നല്ല ദിവസം ആയിട്ട് ഈ ദിവസം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കൃപകളും അനുഗ്രഹവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.